ഇപ്പോഴത്തെ മോഹൻലാലിന്റെ ദൃശ്യം 3 OTT-യിലേക്കും എത്താൻ ഒരുങ്ങുന്നു. പടം മൊത്തം മുതുക്ക് കോമഡി. നന്ദകുമാർ ബക്കറ്റും പിടിച്ചൊരു പോക്ക് പോകും, തിരിഞ്ഞു പോലും നോക്കൂല. പിന്നെ പുള്ളിക്കാരിയെ പടത്തിൽ കണ്ടിട്ടേ ഇല്ല. ആ പോക്ക് തട്ടിപ്പാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അടുത്ത കോമഡി സിദ്ദിഖ് സാർ, നിങ്ങളാണ് പടത്തിലെ വില്ലൻ എന്ന് പറഞ്ഞപ്പോ പുള്ളി നേരെ കാട്ടാപ്പള്ളി നാഗേന്ദ്ര മൂഡിലേക്ക് പോകും. കല്യാണം നടത്തില്ലടാ, നടത്തിക്കില്ലടാ, വിടില്ലടാ എന്നൊക്കെ പറഞ്ഞു വേറെ ഏതോ പറഞ്ഞത്. ഇതൊക്കെ കുത്തിപ്പൊക്കാൻ നിൽക്കുന്നത് സർ, ഇതിലെ സത്യമാണ് സർ. എഴുതേണ്ട സത്യങ്ങൾ എന്താണെന്നും എഴുതാൻ പാടില്ലാത്ത സത്യങ്ങൾ എന്താണെന്നും എനിക്കറിയാം. ഇതിന്റെ ഇടയില് അവീര സാർ പടത്തിന്റെ ലാസ്റ്റ് പറമ്പീന്ന് ചാടിപ്പോയ അവീര സാർ പിന്നെ പോകുന്നത് നടുക്കടലിൽ രാമേശ്വരം. ഇപ്പൊ നീ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല. പതുക്കെ റെസ്റ്റൊക്കെ എടുത്തിട്ട് നടന്നു വന്നാ മതി. ഇനിയിപ്പോ വരുന്ന വഴിക്ക് പാണ്ടിലൂറി അടിച്ച് നീ ചത്താലും എനിക്കൊരു വിഷമമില്ലടാ. ഇതൊക്കെ ഇടയിൽ ലാലേട്ടൻ വന്നിട്ട് കല്യാൺ ജ്വല്ലേഴ്സ് ഇപ്പൊ തൊടുപുഴ. മതി അറിയാൻ പാടില്ലാത്ത വിഷയത്തെ കുറിച്ച് കൂടുതൽ റിസർച്ച് ഒന്നും നടത്തണ്ട. സ്വർണം കല്യാൺ ജ്വല്ലേഴ്സിൽ നിന്ന് എടുക്കണം. കല്യാൺ ജ്വല്ലേഴ്സ് തൊടുപുഴയിലുണ്ടല്ലോ. എങ്ങനെയുണ്ട്? ആത്മാർത്ഥയില്ലാത്ത ഇയാളെ പിന്നാലെ നടക്കുന്നതിൽ ഭേദം ജയിലിൽ കിടക്കുന്ന. ഞാൻ സത്യം പറഞ്ഞ വില്ലൻ ആരായിരിക്കും എന്നുള്ള എക്സ്പെക്ട് ചെയ്തിരിക്കുമ്പോൾ ഇന്ന വിചാരം പുതിയ ഒരാൾ വരുന്ന പുതിയ ക്യാരക്ടർ വരുന്നു. പക്ഷെ കൊണ്ടുവന്ന് വെച്ച വില്ലൻ ഹെവി വില്ലൻ, മാസ് വില്ലൻ. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. എന്ത് പ്രാർത്ഥന? എന്നെ തനിച്ചാക്കല്ലേ, കുഞ്ഞിക്കണ്ണനെ വേഗം വരുത്തണേന്ന് ദിവസത്തിൽ 3 നേരം പ്രാർത്ഥിക്കായിരുന്നു. അതൊരു ചതിയായിപ്പോയി. സഞ്ചരിക്കാൻ ഒരുപാട് ദൂരമുണ്ട്, സമയമാണെങ്കിൽ വളരെ കുറവും. ഒരു വാസോടന്റെ കണ്ണീന്ന് ചോര വന്ന് അയാൾ ഒരു വാമ്പയർ ആകുമോ എന്ന് വരെ ഒരു വേള ഞാൻ സംശയിച്ചു. പുള്ളിക്ക് ചെങ്കണ്ണ, കണ്ണ് വാസോണ്ണെ പോലെ ചുവന്നിരിക്കുക. അത് ചെങ്കണ്ണായിരിക്കും, അല്ലാതെ ഇങ്ങനെ കേൾക്കൂലല്ലോ. ഡോക്ടറെ കാണിക്കാൻ താല്പര്യമില്ലാന്ന് തോന്നുന്നു. തുള്ളിമരുന്ന് അലർജി ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് പുള്ളി ചെങ്കണ്ണായിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. നല്ലൊരു കണ്ണായിരുന്നു. തൃപ്തിയാണോ? ഡോക്ടർ എനിക്ക് പണിയുണ്ടാക്കരുത്, പൂളിക്കളഞ്ഞ ഓരോ നിമിഷം കഴിയുന്നോറും എന്റെ സമനില തെറ്റി ഞാനൊരു പ്രാപ്തനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറൊരാൾ അറിയരുത്. ആരോടെങ്കിലും പറഞ്ഞ് സ്മാർട്ടാകാൻ നോക്കിയാ സെന്റ് മേരീസ് കോളേജിൽ പഠിക്കുന്ന ഡോക്ടറിന്റെ മകള് ഒരു ദിവസം വീട്ടിൽ വന്നില്ല എന്ന് വരും. കിട്ടേണ്ടത് കിട്ടിയപ്പോ ഈ കാര്യം മനസ്സിലായി. ഞാൻ ആരോടും പറയില്ല. 1 minute later. ഇതെപ്പോഴായിരുന്നു? 1 മണിക്കൂർ മുമ്പ്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. വില്ലന്മാർക്ക് കയ്യടി കിട്ടുന്ന കാലമാണ്. നീയാണ് കൊടുത്തതെന്ന് എനിക്കറിയാം. നീയും ജോർജ് കുട്ടി തമ്മിലുള്ള കളികളെല്ലാം അറിഞ്ഞിട്ട് ഞാൻ വരുന്നത്. ഷാജുവും വന്ന് നാട്ടുകാരെയൊക്കെ കുത്തിനു പിടിക്കുക. അങ്ങനെ പോലീസ് ഓഫീസർ പോലും അല്ല, ഇയാളെ കുത്തിനു പിടിക്കുക എല്ലാരും. ഉപദ്രവിക്കാൻ കണ്ടപ്പോ ചെയ്യുന്ന പണി വെടിപ്പായിട്ട് ചെയ്യണം. മനസ്സും കരങ്ങളും ഒരേ സ്ഥലത്ത് നിലനിർത്തണം. ഒരു മണ്ടനാണോ മിസ്റ്റർ? What the hell? I've never seen such a bunch of dumbheads in my life. അപകടം വിളിച്ചു വരുത്തിയിട്ടല്ല ധൈര്യം കാണിക്കുന്നത്, കാത്തിരിക്കണം. അവസരം വരുമ്പോഴേ പ്രതികരിക്കാവൂ. നീ തീർന്നടാ ജോർജ് കുട്ടി, നീ തീർന്ന്. നീ നിന്റെ മോളും അഴിയെണ്ണാൻ പോവാ. തന്തയിലഴിക പറയരുത് കേട്ടാ. ഒന്നും അല്ലാത്ത രീതിയിലായി. അവരെവിടെടാ? എവിടെടാ നീ അവനെ കൊന്ന് താത്തിയത്? എന്നെ കൊന്നാലും നിനക്കൊന്നും കിട്ടില്ലടാ. Why are you disturbing my peace? I'm very clear about it. This is wrong. ലാസ്റ്റ് വരെ ചോരക്കണ്ണ് ഉരുട്ടി സർവ്വ ഭീമന്മാരെയും വിറപ്പിച്ച വാമ്പയർ വാസോണ്. അണന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും ജോർജ് കുട്ടിയെ പൂട്ടും. ആ ലെവലിൽ അൺസ്റ്റോപ്പബിൾ ആയി വന്ന വില്ലൻ. എന്തോടൊപ്പം തുറിച്ചു നോക്കണത്? ദേഹോപദ്രവത്തിന് വന്നതാണെങ്കിൽ അത് പറ. എനിക്കിപ്പോ മേലും കീഴും നോക്കാനില്ല. എന്നെ കൊല്ലണേ ജോർജ് കുട്ടി, ഞാൻ എല്ലാം പറയാം. ഇങ്ങോട്ട് ഇനി വരില്ല എന്ന് പറഞ്ഞപ്പോ വലിയ വക്കീൽ എന്നെ തല്ലി. ആ കൊലപ്പുള്ളി എന്നെ കൊന്നാലോ എന്ന് ചോദിച്ചപ്പോ പറയാ, നീ ചത്ത നിന്റെ ശേഷക്രിയ ഞാൻ ഭംഗിയായി നടത്തിക്കോളാം കുഞ്ഞിക്കണ്ണാന്ന്. എന്നെ കൊന്ന
കൊന്നാലും നിനക്കൊന്നും കിട്ടില്ലടാ. എന്നെ കൊല്ലണ ജോർജ് കുട്ടി. ഈ ഭാസ്കരൻ ആരാന്നാ പറഞ്ഞ ഗുണ്ട ഉണ്ട പറഞ്ഞില്ലേ എനിക്ക് നെറ്റ്വർക്കിലെല്ലാം വയ്യാന്ന്. ഇതൊക്കെ വലിയ പാടാ, കണ്ടില്ലേ? എന്നെ കൊണ്ട് വയ്യേ. ഇരുമ്പ് ദണ്ട് കൊണ്ട് പ്ലാച്ച് പ്ലാച്ച് എന്നല്ലേ അടി. എക്സ്റേയിൽ അവിടെ ഇവിടെ ചില വിടവുകൾ കാണാനുണ്ട്. എല്ലുകളും മാംസവുമായിട്ടുള്ള ബന്ധം ചില സ്ഥലങ്ങളിൽ വിട്ടുപോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. മിക്സഡ് റിവ്യൂസും ഈ പറഞ്ഞ കോമഡികളും ഒക്കെ വെച്ചിട്ട് ദൃശ്യം 3 ബ്ലോക്ക് ബസ്റ്ററായി. 200 കോടി. അതിൽ നിനക്ക് അഭിമാനിക്കാമല്ല. എന്റെ കണക്കൂട്ടിൽ തെറ്റിയില്ല. എന്റെയും തെറ്റിയില്ല.